Hi all, welcome back to Click. Day 14 of PYQ Blitz 25 ഡേയിലേക്ക് കടക്കുമ്പോൾ ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡേറ്റ കമ്മ്യൂണിക്കേഷൻ ആൻഡ് നെറ്റ്വർക്സിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ്. സോ ലെറ്റ്സ് ജംപ് ടു ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഇൻ TCP/IP വിച്ച് അഡ്രസ്സിംഗ് സ്കീം ഈസ് യൂസ്ഡ്? കോയർ ബോർഡിലേക്കുള്ള പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ തസ്തികയിലേക്കുള്ള പരീക്ഷയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ക്വസ്റ്റ്യൻ ആയിരുന്നു. 2022 പരീക്ഷ നടത്തിയത്. മിക്കവാറും ഈ ഒരു ക്വസ്റ്റ്യൻ ഡിലീറ്റ് ചെയ്തിരിക്കാനാണ് സാധ്യത. കാരണം ഇതിനകത്ത് ഏത് അഡ്രസ്സിംഗ് സ്കീമാണെന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. TCP/IP സംബന്ധിച്ചിടത്തോളം 2 വേർഷൻസ് ഓഫ് IP അഡ്രസ്സിംഗ് വരുന്നുണ്ട്. ആദ്യത്തത് IPv4. IPv4 എന്ന് പറയുമ്പോൾ 32-bit അഡ്രസ്സിംഗ് ആണ് യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ 32 ബിറ്റ്സ് അല്ലേ നമ്മൾ യൂസ് ചെയ്യുന്നത് IPv4നകത്ത്. ഫോർ എക്സാമ്പിൾ 192.168.1.1 ഇതാണ് മോസ്റ്റ് വൈഡ്ലി യൂസ്ഡ് ആയിട്ടുള്ള അഡ്രസ്സിംഗ് സ്കീം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ IP അഡ്രസ്സിംഗ് വേർഷൻ എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് IPv6. ഈ IPv4 അഡ്രസ്സസിന്റെ എക്സോഷൻ കാരണം ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള അഡ്രസ്സിംഗ് സ്കീമാണ്. ഇതെന്ന് പറയുമ്പോൾ ബേസിക്കലി 128 ബിറ്റ്സ് അഡ്രസ്സിംഗ് സ്കീമാണ്. ഫോർ എക്സാമ്പിൾ 2001 DB8, then FF0042, then say 8329. ഇതിനകത്ത് ഇറ്റ് ക്യാൻ ബി either 32-bit അല്ലെങ്കിൽ 128 ബിറ്റ്സ് ആവാം. 64 and 256 obviously wrong ആണ്. Okay, so most probably the chances are that this question has been cancelled. Let's move to the next question. Leaky bucket algorithm can be used for. Okay, leaky bucket algorithm എന്ന് പറയുന്നത് ഒരു നെറ്റ്വർക്ക് ട്രാഫിക് മാനേജ്മെന്റ് ടെക്നിക്കാണ്. നെറ്റ്വർക്ക് ട്രാഫിക് മാനേജ്മെന്റ് ടെക്നിക്കാണ്. ഓക്കെ, എന്തിനാണ് അത് യൂസ് ചെയ്യുന്നത് വെച്ചാൽ മൾട്ടിപ്പിൾ യൂസസ് ഉണ്ട്. ലൈക്ക് ട്രാഫിക് ഷേപ്പിങ്ങിന് വേണമെങ്കിൽ യൂസ് ചെയ്യാം. ട്രാഫിക് ഷേപ്പിംഗ് എന്ന് പറയുമ്പോൾ കൺട്രോൾസ് ഡേറ്റ ഫ്ലോ. എന്തിനു വേണ്ടിയിട്ട്? കൺജഷൻ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡേറ്റ ഫ്ലോ കൺട്രോൾ ചെയ്യുന്നത്. സോ ട്രാഫിക് ഷേപ്പിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ പോലീസിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാം. ട്രാഫിക് പോലീസിങ് എന്ന് പറയുമ്പോൾ എൻഷുവേഴ്സ് കംപ്ലൈൻസ് വിത്ത് ബാൻഡ്വിഡ്ത്ത് ലിമിറ്റ്സ് എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് ഒരു യൂസേജും കൂടെ നമുക്ക് പറയാവുന്നത് പ്രിവെൻസ് ബേഴ്സ്റ്റ് ട്രാൻസ്മിഷൻ ആണ്. 1 and 2 ഏകത്ത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. തേർഡ് വൺ ഈസ് പ്രിവെൻസ് ബേഴ്സ്റ്റ് ട്രാൻസ്മിഷൻ. അതായത് നെറ്റ്വർക്കിനെ ഓവർ ടൈം സ്മൂത്തിങ് ചെയ്യുന്നതിനെയാണ് പ്രിവെൻസ് ബേഴ്സ്റ്റ് ട്രാൻസ്മിഷൻ എന്ന് പറയുന്നത്. ഇതിനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, സപ്പോസ് ട്രാഫിക് ഒരുപാട് ബേഴ്സ്റ്റി ആണ്, ഇൻകമിങ് ട്രാഫിക് ഒരുപാട് ബേഴ്സ്റ്റി ആണെങ്കിൽ കൂടിയും ഒരു റൗട്ടർ പാക്കറ്റ്സ് ഒരു കോൺസ്റ്റന്റ് റേറ്റിലാണ് സെൻഡ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുന്നു. അതൊരു എക്സാമ്പിൾ ആണ് അതിന്. ഓക്കെ, ഹിയർ ഓപ്ഷൻ എ കണ്ടെയ്ൻസ് അവർ ആൻസേഴ്സ്. ഒന്നാമത്തെ നമ്മൾ പറഞ്ഞു ട്രാഫിക് ഷേപ്പിംഗ്, ദെൻ ട്രാഫിക് പോലീസിങ്, ദെൻ പ്രിവെൻസ് ബേഴ്സ്റ്റ് ട്രാൻസ്മിഷൻ പറഞ്ഞു. ഇനി നമുക്ക് റിമൈനിങ് ഓപ്ഷൻസ് ചെക്ക് ചെയ്ത് നോക്കാം. എനേബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. ഇത് ഇൻകറക്റ്റ് ആണ്. കാരണം നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ എനേബിൾ ചെയ്യുന്നത് ഗേറ്റ് വേസ് ആണ്, അതുപോലെ തന്നെ പ്രോട്ടോകോൾ ട്രാൻസ്ലേറ്റേഴ്സും ആണ്. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ തേർഡ് ഓപ്ഷൻ. എസ്റ്റാബ്ലിഷ് കണക്ഷൻസ് ബിറ്റ്വീൻ റിമോട്ട് നെറ്റ്വർക്ക്സ്. അതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് BGP, ബോർഡർ ഗേറ്റ്വേ പ്രോട്ടോകോൾസ് ആണ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പ്രോട്ടോകോൾ കോമ്പാറ്റിബിലിറ്റി എന്ന് പറയുമ്പോൾ ദാറ്റ്സ് ഇൻകറക്റ്റ്. കാരണം പ്രോട്ടോകോൾ സ്റ്റാക്സ് ആൻഡ് ട്രാൻസ്ലേറ്റേഴ്സ് ഹാൻഡിൽ കോമ്പാറ്റിബിലിറ്റി, നോട്ട് ലീക്കി ബക്കറ്റ് അൽഗോരിതം. ഓക്കെ, സോ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ്. ഐ ഹോപ്പ് യു ഗോട്ട് ദ പോയിന്റ്. ലെറ്റ്സ് ജംപ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നൗ. വാട്ട് ഈസ് ദ കീ ഫീച്ചർ ഓഫ് ദി decentralized channel allocation method? Okay, decentralized channel allocation എന്ന് പറഞ്ഞ മീൻ ചെയ്യുന്നത്, ഒരു നെറ്റ്വർക്ക് ഉണ്ട്. ആ നെറ്റ്വർക്കിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ നോഡ്സും ഇൻഡിപെൻഡൻ്റ്ലി ഡിസൈഡ് ചെയ്യാണ് എങ്ങനെയാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടത്, അല്ലെങ്കിൽ എപ്പോഴാണ് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യേണ്ടതെന്നൊക്കെ. ആ നെറ്റ്വർക്കിലെ നോഡ്സ് ആണ്, ഓരോ ഇൻഡിവിജ്വൽ നോഡ്സ് ആണ് അത് ഡിസൈഡ് ചെയ്യുന്നത്, നോട്ട് എ സെൻട്രലൈസ്ഡ് അതോറിറ്റി. അങ്ങനെയുള്ള മെത്തേഡിനെയാണ് നമ്മൾ ഡീസെൻട്രലൈസ്ഡ് ചാനൽ അലോക്കേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. അതായത് ഇത് എക്സാക്ട്ലി കോൺട്രാസ്റ്റ് വിത്ത് സെൻട്രലൈസ്ഡ് ചാനൽ അലോക്കേഷൻ. ഈ സെൻട്രലൈസ്ഡ് ചാനൽ അലോക്കേഷനെ സംബന്ധിച്ചിടത്തോളം ഒരു സെൻട്രൽ കൺട്രോളർ ആണ് ഈ ഡിവൈസസിനെല്ലാം ചാനൽസ് അസൈൻ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ് ഈ ഡീസെൻട്രലൈസ്ഡ് ചാനൽ അലോക്കേഷൻ മെത്തേഡിന്റെ കീ ഫീച്ചർ എന്നുള്ളതാണ്.
നമുക്ക് 1 by 1 ആയിട്ട് ഓരോ ഓപ്ഷൻസ് നോക്കാം. ഒപ്റ്റിമൈസ് നെറ്റ്വർക്ക് ട്രാഫിക് ബൈ റെഡ്യൂസിങ് പാക്കറ്റ് ഓവർഹെഡ്. ആക്ച്വലി ഈ ഒപ്റ്റിമൈസേഷൻ എന്ന് പറയുന്നത് പ്രോട്ടോകോൾ ഡിസൈനിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. സോ നമുക്ക് ഇതിന്റെ ഒരു കീ ഫീച്ചർ ആണ് അതെന്ന് പറയാൻ സാധിക്കില്ല. സോ ഓപ്ഷൻ എ ഈസ് നോട്ട് റൈറ്റ്. ദെൻ ഓപ്ഷൻ ബി, ടൈം ഈസ് ഡിവൈഡഡ് ഇൻ ടു ഡിസ്ക്രീറ്റ് ഇന്റർവെൽസ് ഫോർ ട്രാൻസ്മിഷൻ. അതായത് TDMA കാര്യമാണ് ഇവിടെ പറയുന്നത്. ഓക്കെ, ഈ TDMA എന്ന് പറയുന്നത് ആക്ച്വലി ഒരു സെൻട്രലൈസ്ഡ് അപ്രോച്ച് ആണ്. സോ ദിസ് കനോട്ട് ബി ദ ആൻസർ. നൗ ഓപ്ഷൻ സി, ഈച്ച് മെഷീൻ ഡിസൈഡ്സ് ഫോർ ഇറ്റ് സെൽഫ് വെദർ ടു ട്രാൻസ്മിറ്റ്. റൈറ്റ് അല്ലേ? നമ്മൾ പറഞ്ഞു വെൻ ആൻഡ് വേർ ടു ട്രാൻസ്ഫർ ഡേറ്റ എന്നുള്ളത് അതാത് ഇൻഡിവിജ്വൽ നോട്ട്സ് ആണ് ഡിസൈഡ് ചെയ്യുന്നത്. സോ സി ക്യാൻ ബി ദ ആൻസർ. നൗ ഫൈനൽ വൺ എന്താണ്? എനേബിൾ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ നെറ്റ്വർക്ക്സ് വിത്ത് ഡിഫറെന്റ് പ്രോട്ടോകോൾസ്. നമ്മൾ ഇത് പറഞ്ഞേ ഉള്ളൂ. ഇത് ആക്ച്വലി പ്രോട്ടോകോൾ ട്രാൻസ്ലേഷൻ അല്ലെങ്കിൽ ഇന്റർ ഓപ്പറബിലിറ്റിനെയാണ് റെഫർ ചെയ്യുന്നത്, ഡീസെൻട്രലൈസ്ഡ് ചാനൽ അലോക്കേഷനെ പോലും അല്ല. ഓക്കെ, സോ ദാറ്റ്സ് ഒബ്വിയസ്ലി നോട്ട് ദ ആൻസർ. ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, what is the maximum number of slave devices that can be supported in a Bluetooth network? എത്രയാണെന്ന് അറിയാവോ? 7 ആണ് വരുന്നത്, ഓപ്ഷൻ ഡി. ഈ ബ്ലൂടൂത്ത് എന്ന് പറയുന്നത് ഒരു പീക്കോനെറ്റ് ടോപ്പോളജി ആണ്. അതായത് ഒരു സിംഗിൾ മാസ്റ്റർ ഡിവൈസ് കാണും, അതിനെ മൾട്ടിപ്പിൾ സ്ലേവ് ഡിവൈസസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടായിരിക്കും. ഒരു ബ്ലൂടൂത്ത് പീക്കോനെറ്റില് മാസ്റ്റർ ഡിവൈസിന് ആക്റ്റീവ്ലി 7 സ്ലേവ് ഡിവൈസസ് വരെ അറ്റ് എ ടൈം കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ 7 ഡിവൈസസ് വരെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ശരിക്കും നെറ്റ്വർക്കിനകത്ത് 255 ഡിവൈസസ് പ്രസന്റ് ആയിരിക്കാം, പക്ഷെ 7 മാത്രമേ ആക്റ്റീവ്ലി കണക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പൊ നമ്മളിപ്പോ ആലോചിക്കുകയാണെങ്കിൽ ഇപ്പൊ 255 ഡിവൈസസ് ഉണ്ടെങ്കിൽ അതിനകത്ത് 7 മാത്രമേ നമുക്ക് ആക്റ്റീവ്ലി കണക്ട് ചെയ്യാൻ പറ്റുള്ളൂ. ഈ ബാക്കി വരുന്ന ഡിവൈസസ് ഉണ്ടല്ലോ, ഇനാക്റ്റീവ് ആയിട്ടുള്ള, കണക്ട് ചെയ്യാൻ പറ്റാത്തത്, അതൊരു പാർക്ക്ഡ് സ്റ്റേറ്റിലായിരിക്കും ഉണ്ടായിരിക്കുക. ഈ മാസ്റ്റർ ഡിവൈസ് ആണ് കമ്മ്യൂണിക്കേഷൻ എല്ലാം കോർഡിനേറ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. അതുപോലെ തന്നെ മാസ്റ്ററിന്റെ ടൈമിങ്ങിനെ ഈ പറയുന്ന സ്ലേവ് ഡിവൈസസ് എല്ലാം ഫോളോ ചെയ്യണം. ഓക്കെ, നമ്മൾ റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് എല്ലാം നമ്മുടെ സ്റ്റഡി മെറ്റീരിയലിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പ്ലീസ് ഡു റീഡ് ഇറ്റ് കെയർഫുള്ളി. Okay, let's jump to the next question. Which category of Ethernet cable is suitable only for voice communication? Voice communication വേണ്ടി മാത്രം യൂസ് ചെയ്യുന്ന Ethernet cable എന്ന് പറയുന്നത് Cat 1 ആണ്. കാറ്റഗറി 1. അതായത് ഈ കാറ്റഗറി 1 കേബിൾസ് എന്ന് പറഞ്ഞാൽ ട്വിസ്റ്റഡ് പെയർ കേബിൾസ് ആണ്. അത് വോയിസ് കമ്മ്യൂണിക്കേഷൻ ലൈക്ക് ട്രഡീഷണൽ ടെലിഫോൺ ലൈൻസിലൊക്കെ യൂസ് ചെയ്തിരുന്നത്. ഇതിന്റെ പാസ്റ്റ് നമ്മൾ ചെക്ക് ചെയ്യുവാണെങ്കിൽ അനലോഗ് വോയിസ് സിഗ്നൽസിന് വേണ്ടിയിട്ടാണ് അത് യൂസ് ചെയ്തിരുന്നത്. ടെലിഫോൺ വയറിംഗിലൊക്കെ ഉണ്ടല്ലോ. ഇത് ശരിക്കും ഡേറ്റ ട്രാൻസ്മിഷന് സൂട്ടബിൾ അല്ല. അതുപോലെ തന്നെ ഇതർനെറ്റ് നെറ്റ്വർക്കിംഗ് ഒന്നും സപ്പോർട്ട് ചെയ്യുന്നില്ല. ഈ മോഡേൺ ഇതർനെറ്റ് നെറ്റ്വർക്ക്സ് യൂസ് ചെയ്യുന്ന ഹയർ കാറ്റഗറി കേബിൾസ് ആണ്. അത് ബോത്ത് വോയിസ് ആൻഡ് ഡേറ്റ സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരിക്കും. സോ കാറ്റഗറി 1 ആണ് നമ്മുടെ ആൻസർ വരുന്നത്. നമ്മൾ പറഞ്ഞ പോലെ പ്ലെയിൻ ഓൾഡ് ടെലിഫോൺ സർവീസസ് POTS എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഉണ്ട്. അതായത് ടെലിഫോൺ ആൻഡ് വോയിസ് ആപ്ലിക്കേഷൻസിനാണ് യൂസ് ചെയ്തിരുന്നത്. ഇനി കാറ്റഗറി 2 നമ്മൾ എടുക്കുവാണെങ്കിൽ ഇതിനകത്ത് ഇതെന്ന് പറയുന്നത് പഴയ ടോക്കൺ റിംഗ് നെറ്റ്വർക്ക്സിൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ് ടു 4 Mbps വരെ ഡേറ്റ സപ്പോർട്ട് ചെയ്യും. കാറ്റഗറി 3 ഉണ്ട്. പിന്നെ കാറ്റഗറി 3 എന്ന് പറയുമ്പോൾ അപ് ടു 10 Mbps ഇതർനെറ്റ് ബസ് ഇപ്പൊ ഒബ്സലീറ്റ് ആണ്. ഓക്കെ, ദെൻ കാറ്റഗറി 1 പറഞ്ഞു, 2 പറഞ്ഞു, 3 പറഞ്ഞു, 4 അല്ല. ഇനി 5ഉം 5E ഉണ്ട് കാറ്റഗറി. ഓക്കെ, ഇതിനകത്ത് കാറ്റഗറി 5നകത്ത് 100 Mbps ആണെങ്കിൽ കാറ്റഗറി 5E വരുന്നത് 1 Gbps ആണ്. ഇത് ഡേറ്റ നെറ്റ്വർക്കിങ്ങിനായിട്ട് കോമൺലി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇനി കാറ്റഗറി 6 വരുന്നുണ്ട്. അത് ഓപ്ഷനിൽ നമുക്ക് തന്നിട്ടുണ്ട് കേട്ടോ. 5EU ആണ് പിന്നെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത്. കാറ്റഗറി 6 എന്ന് പറഞ്ഞാൽ അത് 1 Gbps to 10 Gbps സപ്പോർട്ട് ചെയ്യും. അതായത് ഹൈ സ്പീഡ് നെറ്റ്വർക്ക്സിലെല്ലാം യൂസ് ചെയ്യുന്ന കാറ്റഗറി 6 ആണ്. ഇപ്പൊ ഇവിടെ തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പ്രകാരം ഓൺലി ഫോർ വോയിസ് കമ്മ്യൂണിക്കേഷന് സൂട്ടബിൾ ആയിട്ടുള്ള ഇതർനെറ്റ് കേബിൾ ആണ് ചോദിച്ചിട്ടുള്ളത്, വിച്ച് ഈസ് ഓബ്വിയസ്ലി ഓപ്ഷൻ ഡി കാറ്റഗറി 1. ഓക്കെ, ലെറ്റ്സ് മൂവ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. വാട്ട് ഈസ് ദ റോൾ ഓഫ് TCP ഇൻ ദ ക്ലയന്റ് സെർവർ മോഡൽ ഓഫ് കമ്മ്യൂണിക്കേഷൻ? റിലയബിൾ ഡേറ്റ ഡെലിവറി ആണ്. ഇത് നമ്മൾ TCPന്റെ കാര്യം, ട്രാൻസ്മിഷൻ കൺട്രോൾ പ്രോട്ടോകോൾ, അത് നമ്മൾ ക്ലയന്റ് സെർവർ മോഡലിലാകുമ്പോൾ ഒരു 3-way ഹാൻഡ് ഷേക്കിങ്ങിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ്
നേരത്തെ ഡിസ്കസ് ചെയ്തതിൽ നമ്മൾ അത് മെൻഷൻ ചെയ്തിട്ടുണ്ട്. റിലയബിൾ ഡേറ്റ ഡെലിവറിക്ക് നമ്മൾ TCP ആണ് യൂസ് ചെയ്യുന്നത്. ഫ്രാഗ്മെന്റേഷൻ ആൻഡ് അസംബ്ലി നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് ശരിക്കും പറ്റുമോ? ഇല്ലല്ലോ. ഇത് TCP അല്ല ഫ്രാഗ്മെന്റേഷനും റീഅസംബ്ലിയും ചെയ്യുന്നത്, ഇന്റർനെറ്റ് പ്രോട്ടോകോൾ IP ആണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ പാക്കറ്റ് ഫോർവേഡിങ് ചെയ്യുന്നത് ആരാണ്? റൗട്ടേഴ്സ് ആണ് നെറ്റ്വർക്ക് ലെയറിലെ. TCP അല്ല ചെയ്യുന്നത്. പാത്ത് ഡിറ്റർമിനേഷൻ ചെയ്യുന്നത് റൗട്ടിംഗ് പ്രോട്ടോകോൾസ് ലൈക്ക് OSPF, BGP, അതും നെറ്റ്വർക്ക് ലെയറിൽ തന്നെയാണ് ചെയ്യുന്നത്. അത് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് നേരത്തെ ക്വസ്റ്റ്യൻസിൽ. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ് എ ജാം സിഗ്നൽ ഇൻ ദ CSMA/CD പ്രോട്ടോകോൾ? CSMA/CD എന്ന് പറയുമ്പോൾ കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ. ഇതിന്റെ പേരിന്ന് തന്നെ നമുക്ക് ഇതിന്റെ പർപ്പസ് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. ഇതൊരു നെറ്റ്വർക്ക് ആക്സസ് മെത്തേഡ് ആണ്. ഇന്റർനെറ്റിലാണ് യൂസ് ചെയ്യുന്നത്. ഡേറ്റ ട്രാൻസ്മിഷൻ മാനേജ് ചെയ്യുന്നതിനാണ് മെയിൻലി യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? കൊളീഷൻസ് പ്രിവെന്റ് ചെയ്യുമെന്ന് തന്നെ പറയാം. അതായത് രണ്ട് ഡിവൈസസ് അറ്റ് എ ടൈം ഒരു ഷെയർഡ് മീഡിയം വഴി ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട്, സൈമൾട്ടേനിയസ്ലി ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുമ്പോൾ ഒരു കൊളീഷൻ ഒക്കർ ചെയ്യും. അങ്ങനത്തെ കേസസിൽ CSMA/CD അതായത് കാരിയർ സെൻസ് മൾട്ടിപ്പിൾ ആക്സസ് വിത്ത് കൊളീഷൻ ഡിറ്റക്ഷൻ, അതൊരു ജാം സിഗ്നല് സെൻഡ് ചെയ്യും. അതായത് ബാക്കിയുള്ള ഡിവൈസസിനെ, ആ ഒരു ഷെയർഡ് മീഡിയം യൂസ് ചെയ്യുന്ന എല്ലാ ഡിവൈസസിനെയും അറിയിക്കുകയാണ് ഒരു കൊളീഷൻ നടന്നിട്ടുണ്ട് എന്നുള്ളത്. അതുവഴി മറ്റ് ഡിവൈസസിന് ഇമ്മീഡിയറ്റ് ആയിട്ട് ഈ ട്രാൻസ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. കൂടാതെ ഈ ട്രാൻസ്മിറ്റിംഗ് ഡിവൈസസ് എല്ലാ ട്രാൻസ്മിഷൻസും അബോർട്ട് ചെയ്യും. എന്നിട്ട് ഒരു ബാക്ക് ഓഫ് ഫേസിലേക്ക് എൻ്റർ ചെയ്യും. ബാക്ക് ഓഫ് ഫേസ് അത് ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അതിനുശേഷം പിന്നെയും ഡേറ്റ സെൻഡ് ചെയ്യുന്നത്, ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റീട്രൈ ചെയ്യും. അതായത് റീട്രാൻസ്മിഷൻ റീട്രൈ ചെയ്യുന്നതിന് മുൻപാണ് എന്ത് ചെയ്യുന്നത്? എല്ലാ ട്രാൻസ്മിഷൻസും അബോർട്ട് ചെയ്തിട്ട് ബാക്ക് ഓഫ് ഫേസിലേക്ക് എൻ്റർ ചെയ്യുന്നത്. ഓക്കെ, സോ ഈ CSMA/CD നമ്മൾ എടുക്കുവാണെങ്കിൽ അത് എന്തൊക്കെ ചെയ്യും? കാരിയർ സെൻസ് ചെയ്യും. അതായത് ഡേറ്റ സെൻഡ് ചെയ്യുന്നതിന് മുൻപ് നെറ്റ്വർക്ക് മൊത്തത്തിൽ അങ്ങ് എന്ത് ചെയ്യും? ആ ഡിവൈസ് ലിസൺ ചെയ്യും. ദെൻ നടക്കുന്നത് മൾട്ടിപ്പിൾ ആക്സസ് ആണ്. മൾട്ടിപ്പിൾ ഡിവൈസസ് സെയിം ചാനൽ ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കും. ദെൻ കൊളീഷൻ ഡിറ്റക്ഷൻ, അതായത് കൊളീഷൻ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ അവിടെയാണ് എന്ത് വരുന്നത്? ജാം സിഗ്നലിന്റെ റോള് വരുന്നത്. ദെൻ ഒരു ബാക്ക് ഓഫ് അൽഗോരിതം ഉണ്ട്. അതാണ് എന്ത് ചെയ്യുന്നത്? റീട്രാൻസ്മിഷൻ അറ്റംപ്റ്റ് ചെയ്യുന്നതിന് മുൻപ് ഡിവൈസസിന് ഒരു റാൻഡം ടൈം വെയിറ്റ് ചെയ്യിക്കാനായിട്ട് ഉള്ള സെറ്റപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഐ ഹോപ്പ് യു ഗോട്ട് ഓൾ ദ പോയിന്റ്സ്. സോ ലെറ്റ്സ് ചെക്ക് ഈച്ച് ആൻഡ് എവറി ഓപ്ഷൻസ് ഗിവൺ ഹിയർ. സോ ടെർമിനേറ്റ്സ് ദ ട്രാൻസ്മിഷൻ. ജാം സിഗ്നല് ജനറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുമെന്നാണ് നമ്മൾ പറഞ്ഞത്? മറ്റെല്ലാ ഡിവൈസസിലേക്കും ഒരു കൊളീഷൻ ഒക്കർ ചെയ്തതായിട്ടുള്ള ഇൻഫർമേഷൻ സെൻഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ടല്ലേ ട്രാൻസ്മിഷൻ ടെർമിനേറ്റ് ചെയ്യുന്നത്. സോ ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ജാം സിഗ്നലിന്റെ പർപ്പസ് ഇതല്ല. സിങ്ക്രണൈസ് അഡാപ്റ്റർ ക്ലോക്ക് സിഗ്നൽസ് അല്ല. മേക്ക് അതർ അഡാപ്റ്റേഴ്സ് അവെയർ ഓഫ് കൊളീഷൻ. ദിസ് ഈസ് ദ റൈറ്റ് ആൻസർ ആൻഡ് ഇൻഡിക്കേറ്റ് സക്സസ്ഫുൾ ട്രാൻസ്മിഷൻ. Obviously false. Okay. Now let's jump to the next question. Which encoding method does Ethernet use to ensure clock synchronization between sender and receiving host? അപ്പോൾ ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് സെൻഡർ ആൻഡ് റിസീവിംഗ് ഹോസ്റ്റിനിടയിലുള്ള സിങ്ക്രണൈസേഷൻ ക്ലോക്ക് എൻഷുർ ചെയ്യാനായിട്ട് ഏത് എൻകോഡിംഗ് മെത്തേഡാണ് ഇഥർനെറ്റ് യൂസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. നമുക്ക് 4 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. ഫേസ് ഷിഫ്റ്റ് കീയിങ്, മാഞ്ചസ്റ്റർ, ബൈപോളാർ, ആംപ്ലിറ്റ്യൂഡ് മോഡുലേഷൻ. ഇതിനകത്ത് ഇഥർനെറ്റ് യൂസ് ചെയ്യുന്നത് മാഞ്ചസ്റ്റർ എൻകോഡിംഗ് ആണ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ എൻഷുറിംഗ് ക്ലോക്ക് സിങ്ക്രണൈസേഷൻ ബിറ്റ്വീൻ ദ സെൻഡർ ആൻഡ് റിസീവിംഗ് ഹോസ്റ്റ്. ഈ മാഞ്ചസ്റ്ററിനകത്ത് ഒരു സെൽഫ് ക്ലോക്കിംഗ് എൻകോഡിംഗ് സ്കീം തന്നെയുണ്ട്. അതായത് this embeds the clock signal within the transmitted data. എങ്ങനെയാണ് മാഞ്ചസ്റ്റർ എൻകോഡിംഗ് വർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. In Manchester encoding, each bit has a transition at the middle of the bit period. Say bit 0 ആണെന്ന് വിചാരിക്കാം. അന്നേരം ഒരു ട്രാൻസിഷൻ നമുക്ക് കാണും. ഹൈ ടു ലോ, ബിറ്റ് 0 ആണെങ്കിൽ ഹൈ ടു ലോ ഒരു ട്രാൻസിഷൻ നമുക്ക് കാണും. ഇൻ കേസ് ഓഫ് ബിറ്റ് 1 എന്ന് പറയുമ്പോൾ എ ട്രാൻസിഷൻ ഫ്രം ലോ ടു ഹൈ വിച്ച് ഈസ് 0 to 1 അത് കാണും. ഇങ്ങനെയാണ് നമ്മൾ സിങ്ക്രണൈസേഷൻ ഗ്യാരണ്ടി ചെയ്യുന്നത്. കാരണം റിസീവർ ക്യാൻ എക്സ്ട്രാക്ട് ദ ക്ലോക്ക് സിഗ്നൽ ഫ്രം ദ ട്രാൻസിഷൻസ്. ഓക്കെ,
ഇൻ കേസ് ഒരു ബിറ്റ് സീറോ എൻകൗണ്ടർ ചെയ്യുകയാണെങ്കിൽ അവിടെ ഒരു ട്രാൻസിഷൻ ഒക്കെ ചെയ്യും ഫ്രം ഹൈ ടു ലോ. ഇനി ബിറ്റ് 1 ആണ് നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നതെങ്കിൽ ലോ ടു ഹൈ ആയിരിക്കും നമ്മളൊരു ട്രാൻസിഷൻ എൻകൗണ്ടർ ചെയ്യുന്നുണ്ടായിരിക്കാം. ഇത് നമ്മൾ എക്സാമ്പിൾ സഹിതം ഡിജിറ്റൽ ടു ഡിജിറ്റൽ കൺവേർഷൻ വരുമ്പോൾ പഠിക്കുന്നുണ്ടായിരിക്കും ഡീറ്റെയിൽഡ് ആയിട്ട്. ഇപ്പൊ ഇതിനകത്ത് ഇത്രയും മനസ്സിലാക്കേണ്ടതുള്ളൂ. സെൻഡിങ് ഹോസ്റ്റിന്റെ അതുപോലെ തന്നെ റിസീവിംഗ് ഹോസ്റ്റിന്റെ ഇടയിലെ ക്ലോക്ക് സിൻക്രണൈസേഷൻ ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ട് ഇഥർനെറ്റ് യൂസ് ചെയ്യുന്ന എൻകോഡിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് മാഞ്ചസ്റ്റർ ആണ്. ഓക്കെ, അതിന്റെ ബേസിക് ആയിട്ടുള്ള എങ്ങനെയാണ് ആ ഒരു മിഡിൽ ഓഫ് ദ ബിറ്റ് പീരീഡ് എങ്ങനെയാണ് ട്രാൻസിഷൻ നടക്കുന്നത് എന്നതാണ് നമ്മൾ ഇവിടെ ബിറ്റ് 0യും ബിറ്റ് 1ഉം വെച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്തത്. ഇതുവഴി നമ്മൾ സിൻക്രണൈസേഷൻ ഉറപ്പ് വരുത്തുന്നുണ്ട് എന്നുള്ളതും പറഞ്ഞു. ഈ മാഞ്ചസ്റ്റർ എൻകോഡിംഗ് കുറച്ച് അഡ്വാൻറ്റേജസ് ഞാനിവിടെ മെൻഷൻ ചെയ്യാം. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സെൽഫ് സിൻക്രണൈസേഷൻ ആണ്. ദെൻ എറർ ഡിറ്റക്ഷൻ. ദെൻ വരുന്നത് യൂസ്ഡ് ഇൻ ഇഥർനെറ്റ്. അത് അണ്ടർസ്റ്റുഡ് ആണല്ലോ. ഏത് ഇഥർനെറ്റിലാണെന്ന് അറിയോ ഇത് യൂസ് ചെയ്യുന്നത്? 10/T-ക്കകത്താണ് ഇത് യൂസ് ചെയ്യുന്നത്. അതായത് സ്റ്റാൻഡേർഡ് 10 Mbps ഇഥർനെറ്റ് യൂസസ് മാഞ്ചസ്റ്റർ എൻകോഡിംഗ്. ഇതെല്ലാം നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയി പഠിക്കുന്നുണ്ടാവും കേട്ടോ. സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ബി, മാഞ്ചസ്റ്റർ. Now let's move to the next question. Which of the following is the one-way communication system where information is transmitted from one device to another, but the receiving device cannot send information back to the transmitting device? ഇതിനകത്ത് എന്താണ് പറയുന്നത്? വൺ വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. ഇൻഫർമേഷൻ എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഡിവൈസിൽ നിന്ന് മറ്റൊരു ഡിവൈസിലേക്ക് ഇങ്ങനെ സെൻഡ് ചെയ്തുകൊണ്ടിരിക്കാം. പക്ഷേ റിസീവിംഗ് ഡിവൈസിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കില്ല? തിരിച്ച് ഡേറ്റ ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ഈ വൺ വേ കമ്മ്യൂണിക്കേഷന് അല്ലെങ്കിൽ ഇതിന് പറയുന്ന പേരെന്താണ്? എന്താണ്? സിമ്പിൾ അല്ലേ? സിമ്പിൾ ആസ് സിംപ്ലെക്സ്, വിച്ച് ഇസ് ഓപ്ഷൻ ഡി. ദിസ് ഇസ് ദ റൈറ്റ് ആൻസർ. സിംപ്ലെക്സ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം എന്ന് പറയുന്നത് ഒരു വൺ വേ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം ആണ്. അതിനകത്ത് ഡേറ്റ ഒരു ഡയറക്ഷനിൽ മാത്രമേ ഫ്ലോ ചെയ്യുള്ളൂ. ഡിവൈസസിന് തിരിച്ച് ഡേറ്റ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അപ്പോൾ ഓർത്ത് വയ്ക്കുക, സിംപ്ലെക്സ് എന്ന് പറയുമ്പോൾ യൂണി ഡയറക്ഷണൽ ആണ്. അതുപോലെ തന്നെ there is no feedback from receiver to the sender. ഇത് റെസ്പോൺസ് ആവശ്യമില്ലാത്ത തരത്തിലുള്ള ആപ്ലിക്കേഷൻസിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ റേഡിയോ ബ്രോഡ്കാസ്റ്റിംഗ്, അതായത് FM റേഡിയോ സ്റ്റേഷൻസ് ഒക്കെ ഇതാണ് യൂസ് ചെയ്യുന്നത്, സിംപ്ലെക്സ്. അതുപോലെ TV ബ്രോഡ്കാസ്റ്റിംഗ്, കീബോർഡ് ടു കമ്പ്യൂട്ടർ ഇൻപുട്ട്, അത് ഇതാണ് യൂസ് ചെയ്യുന്നത്. അതുപോലെ ഫയർ അലാം ആൻഡ് സെൻസേഴ്സ്, അതൊക്കെയും സിംപ്ലെക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഇനി റിമൈനിങ് ഓപ്ഷൻസ് ഏതൊക്കെയാണ്? ഹാഫ് ഡ്യൂപ്ലെക്സ്, ഫുൾ ഡ്യൂപ്ലെക്സ് ആൻഡ് ഓൾ ഓഫ് ദ എബോവ് അല്ല. എന്തായാലും ഹാഫ് ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ 2-വേ കമ്മ്യൂണിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ അറ്റ് എ ടൈം ഒരു ഡിവൈസിന് മാത്രമേ സെൻഡ് ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഫോർ എക്സാമ്പിൾ വാക്കി ടോക്കി. ആൻഡ് ഇൻ കേസ് ഓഫ് ഫുൾ ഡ്യൂപ്ലെക്സ് എന്ന് പറയുമ്പോൾ സൈമൾട്ടേനിയസ്ലി 2-വേ കമ്മ്യൂണിക്കേഷൻ പോസിബിൾ ആയിരിക്കും. ഓക്കെ, എക്സാമ്പിൾ എന്താ? ടെലിഫോൺ കോൾസ്, ഇഥർനെറ്റ്, അതൊക്കെ. Now let's move to the next question. Which modulation scheme uses different tones or features to represent symbols? കുറച്ച് മോഡുലേഷൻ സ്കീംസ് ആണ് ലിസ്റ്റ് ചെയ്ത് തന്നിട്ടുള്ളത്. ഇതിനകത്ത് ഏതാണ് ഡിഫറെന്റ് ടോൺസ് ഓഫ് ഫ്രീക്വൻസീസ് ടു റെപ്രസെന്റ് സിംബിൾസിനെ റെപ്രസെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഓക്കെ, സോ ദ റൈറ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്. എങ്ങനെയാണ് ഇത് റൈറ്റ് ആൻസർ ആവുന്നതെന്നുള്ളത് നോക്കാം. ഈ FSK എന്ന് പറയുന്നത് ഇറ്റ്സ് എ മോഡുലേഷൻ സ്കീം ഇൻ വിച്ച് ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ഓർ ടോൺസ് ആർ യൂസ് ടു റെപ്രസെന്റ് ഡിഫറെന്റ് സിംബിൾസ്. സിംബിൾസ് എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മുടെ ബൈനറി ഡേറ്റ. ഈ FSK എങ്ങനെയാ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ ബൈനറി FSKs ഉണ്ട്. അതിനകത്ത് ഹയർ ഫ്രീക്വൻസി നമ്മൾ 1 വെച്ചിട്ടും ലോവർ ഫ്രീക്വൻസി 0 വെച്ചിട്ടുമാണ് റെപ്രസെന്റ് ചെയ്യുക. ഹയർ ആണെങ്കിൽ 1 വെച്ചിട്ടും ലോവർ ആണെങ്കിൽ 0 വെച്ചിട്ടും. പിന്നെ മൾട്ടിപ്പിൾ ഫേസ് ഷിഫ്റ്റ് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് ഉണ്ട്. മൾട്ടിപ്പിൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്ങിനകത്ത് മോർ ദാൻ 2 ഫ്രീക്വൻസീസ് ക്യാൻ ബി യൂസ്ഡ് ടു റെപ്രസെന്റ് മൾട്ടിപ്പിൾ സിംബിൾസ്. ഇനി ഡിഫറെന്റ് ഫ്രീക്വൻസീസിന് എന്തുകൊണ്ടാണ് നമ്മൾ ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് യൂസ് ചെയ്യുന്നത്? ഈ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിലാണെങ്കിലും അതുപോലെ തന്നെയുള്ള മറ്റുള്ളവയിലാണെങ്കിലും ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ട് വെച്ചാൽ കാരിയർ സിഗ്നലിന്റെ ഫേസ് ഓൾട്ടർ ചെയ്യും. FSKക്കകത്താണെങ്കിൽ ജസ്റ്റ് ഫ്രീക്വൻസി മാത്രമേ ഓൾട്ടർ ചെയ്യുന്നുണ്ടാവുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത് കോമൺലി റേഡിയോ ട്രാൻസ്മിഷൻസ്, അതുപോലെ തന്നെ മോഡംസ്, വയർലെസ് കമ്മ്യൂണിക്കേഷൻസ്, അതിലെല്ലാം യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ് കേട്ടോ. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കൂ. ബൈനറി ഫേസ് ഷിഫ്റ്റ് കീയിങ് എന്ന് പറയുമ്പോൾ
it uses phase shifts to represent symbols. അതുപോലെ തന്നെ ക്വാഡ്രേച്ചർ ഫേസ് ഷിഫ്റ്റ് കീയിങ്ങിന്റെ കേസിലാണെങ്കിൽ യൂസസ് ഫേസ് ഷിഫ്റ്റ്സ്, ഫ്രീക്വൻസീസ് അല്ല യൂസ് ചെയ്യുന്നത്, ടു എൻകോഡ് 2 bits per symbol. അതുപോലെ ആംപ്ലിറ്റ്യൂഡ് ഷിഫ്റ്റ് കീയിങ്ങിന്റെ അകത്താണെങ്കിൽ ആംപ്ലിറ്റ്യൂഡ് ആണ് മോഡുലേറ്റ് ചെയ്യുക, ഫ്രീക്വൻസി ആയിരിക്കില്ല. FSKയിലാണ്, ഫ്രീക്വൻസി ഷിഫ്റ്റ് കീയിങ്ങിലാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുന്നത്, ഡിഫറെന്റ് ഫ്രീക്വൻസീസ് ടു റെപ്രസെന്റ് സിമ്പിൾസ് യൂസ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്ഷൻ സി ആണ് നമ്മുടെ കറക്റ്റ് ആൻസർ. ഇതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഡേറ്റ കമ്മ്യൂണിക്കേഷനിൽ ഒന്നും കൂടെ നോക്കുന്നുണ്ടായിരിക്കും കേട്ടോ. ഐ എം വൈൻഡിങ് അപ്പ് ദിസ് സെഷൻ ഹിയർ. ഇവിടെ നമ്മൾ ഡേറ്റ കമ്മ്യൂണിക്കേഷനും കമ്പ്യൂട്ടർ നെറ്റ്വർക്സിനും ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് കണ്ടത്. സോ റെസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസ് ഫോർ ദിസ് ഡേ വിൽ ബി ഡിസ്കസ്ഡ് ഇൻ ദ നെക്സ്റ്റ് പാർട്ട്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കുക. അതുപോലെ തന്നെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കുട്ടികളുണ്ടെങ്കിൽ ഇതുപോലുള്ള വീഡിയോസ് ഇനിയും കാണുന്നതിനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ സൈനിങ് ഓഫ്, യുവർ സ്റ്റഡി പാർട്ട്ണർ ക്ലിക്ക്. സ്റ്റേ ഫോക്കസ്ഡ് ഓൺ വാട്ട് റിയലി മാറ്റേഴ്സ്.